സഹകരിക്കണം കേട്ടോ. എന്നും കനത്ത നിശബ്ദത. ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഊറിന്റെ നിറവിലെത്തിയെന്ന് മാത്രമല്ല, പുതിയ കേരളത്തിന്റെ അടിത്തറയിടുന്ന ഒരു ഫലമായിരിക്കും തൃക്കാക്കരയിൽ നിന്ന് ലഭിക്കുക. രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും തുടർച്ചയായി LDF-ന് ഭരണം ലഭിക്കുന്നതിലേക്ക് കേരളത്തെ എത്തിക്കും. ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. കോൺഗ്രസിന്റെ കേരളത്തിലെ കാരണവരെ തിരുത്തുന്ന പുതിയ നേതൃത്വം, ഈ നേതൃത്വം പക്വതയില്ലാത്ത ഈ നേതൃത്വത്തിന്റെ കയ്യിൽ കേരളം ഭദ്രമല്ല. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ശ്രീ അനിൽകുമാർ, അദ്ദേഹത്തിനൊരു എനിക്കും ഒരു കുടുംബമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വാചകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുക. ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? അപ്പൊ ഞാൻ എന്റെ ഫോണിൽ പരതിയപ്പോ എനിക്ക് ആ വീഡിയോ കിട്ടി. അതെനിക്കിട്ടൊരു ഊന്നാണല്ലോ. എന്ന ചോദ്യം ചോദിക്കുന്ന ആളുടെ പേര് ഗോപി കോട്ടമുറിക്കൽ. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. ആരാ ഗോപി കോട്ടമുറിക്കൽ? എറണാകുളത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള്. കാറൽ മാക്സിന്റെ മൂലധനം വായിക്കുക മാത്രമല്ല, മൂലധനത്തിനകത്ത് ഒളിക്യാമറ വെച്ച് വൃത്തികേട് ആണല്ലോ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. സമുന്നതനായ നേതാവിനെ പുറത്താക്കാനുള്ള അധമ പ്രവൃത്തി നടത്തിയ ഒരു പാർട്ടിയുടെ പ്രതിനിധി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒന്ന് ആളി പടരട്ടെ. ഇവര് പണ്ട് തൊട്ടേ പീസ് വീഡിയോയുടെ ആളുകളാണ്, ബിറ്റ് വീഡിയോയുടെ ആളുകളാണ്. ഭയങ്കര. അപ്പൊ ഈ CPM ഗ്രൂപ്പിൽ വന്ന ബിറ്റ് വീഡിയോ മാത്രമേ ശ്രീ അനിൽകുമാർ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടിട്ടുള്ളൂ. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. വീണയ്ക്കെതിരായിട്ട് ഒരു കളങ്കവും നിലവിലില്ല. അവിടെ കളങ്കം ഒഴിവാക്കാൻ മെനക്കെടേണ്ട കാര്യമില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. കേന്ദ്ര സർക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നെന്നും ആ കള്ളക്കടത്തിന് ബാഗ് വിട്ടുകിട്ടാൻ കസ്റ്റംസിൽ വിളിച്ചു എന്നും ഒരു വീരൻ സുരേന്ദ്രൻ പറഞ്ഞു പോയിട്ട് നാലത്രയായി. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. കളങ്കം ഞങ്ങളുടെ മേലെ ചാർത്താൻ നോക്കിയില്ലേ? വല്ല കളങ്കം നടന്നോ? ഞാൻ വിഷയത്തിൽ നിന്ന് പോകുന്നില്ല. ഖുർആന്റെ മറവിൽ ഒരു മന്ത്രി സ്വർണം കടത്തി, മന്ത്രിസഭ ഒന്നാകെ. കളങ്കം ഞങ്ങളുടെ പേര് വല്ലതും വന്നോ? ഒന്നും പറയാണ്ടിരിക്കാൻ. അതുകൊണ്ട് ഞങ്ങളുടെ മേലെയുള്ള കളങ്കം ഇതുപോലുള്ള കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്നവർ കളങ്കമെന്ന് പറഞ്ഞു നടക്കും. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ കോൺഗ്രസിന് വേണ്ടി അവതരിച്ച ബഹുമാനായ ശ്രീ ആസിഫ് അലി, അദ്ദേഹത്തിന്റെ നല്ല ഊർജ്ജം പാഴാക്കിയത് ലാവലിൻ കേസിൽ പിണറായി വിജയന്റെ ചോര കുടിക്കാൻ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരളെ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ. എന്നിട്ട് ഇദ്ദേഹത്തിന് തന്നെ വളരെ ഉറ്റ ബന്ധമുള്ള ആന്റണിയും അതുപോലെ തന്നെ KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും എല്ലാം അവിടെ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴാണ് 2009 അവിടെ ഈ ലാവലിൻ കേസ് ഉണ്ടാക്കിയത്. എന്നിട്ട് എന്തായി? ആസിഫ് അലിയുടെ യുദ്ധം എവിടം വരെ പോയി? ആ ലാവലിൻ കേസ് ബാക്കിയൊന്ന് എടുപ്പിക്കാൻ ആസിഫ് അലി ഒന്ന് സുപ്രീം കോടതി പോയേ. നിങ്ങൾ പിണറായി വിജയന്റെ ചോര കുടിച്ച് മതിയായില്ല നിങ്ങൾക്ക്? ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. നിങ്ങളുടെ രാഷ്ട്രീയങ്ങൾ നിർത്താറായില്ലേ? എന്നിട്ട് അദ്ദേഹം ഇന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടി കള്ളപ്പണം കടത്തിയതിന്റെ കണക്ക്, ചെന്നിത്തല കള്ളപ്പണം കടത്തിയതിന്റെ കണക്ക്, ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും കള്ളപ്പണം കടത്തിന്റെ കണക്ക്. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടും. 135 കോടി രൂപ. പിണറായി വിജയന്റെ പേര് വിട്ടുപോകരുത്. അത് പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ ആർജവത്തോടെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ അല്ലെന്ന് പിണറായി വിജയൻ കൈതോലപ്പായിൽ പണം കിട്ടുന്ന കള്ളക്കഥ നിങ്ങളൊക്കെ ഉണ്ടാക്കിയാലും ആ പിണറായി വിജയൻ പറഞ്ഞാൽ മതി. വേറെ അല്ലേ ചുണയുണ്ട തെളിയിക്ക്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. ചുണയുണ്ട അബ്ജോദ് അങ്ങ് തെളിയിക്ക്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അബ്ജോദിനെ 1000 തവണ വെല്ലുവിളിക്കുകയാണ്, 10,000 തവണ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ തമ്പ്രാക്കളെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ തന്നെയാണ്. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. ഞങ്ങളുടെ ചോദ്യം, അങ്ങനെ കള്ളപ്പണമായി കരിമണൽ കമ്പനിയിൽ നിന്ന് കാശ് കൊണ്ടുപോയ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ളവർ കൊണ്ടുപോയ കാശ് അവരുടെ പാർട്ടിയുടെ കണക്കിലുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസിന്റെ അറ്റത്ത് കിടക്കുന്നു. അതെല്ലാം വളരെ വിശേഷപ്പെട്ട തെളിവാണെന്ന് ജീവിച്ചിരിക്കാത്ത ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇന്ന് പറയുമ്പോൾ അതെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്തെ ശമ്പളക്കാരനായ ആസിഫ് അലിയുടെ നീതിബോധം എനിക്ക് മനസ്സിലായില്ല. ഇനി അദ്ദേഹം ഇവിടെ നിയമത്തെ വളച്ചൊടിച്ചു. അദ്ദേഹം വളരെ സീനിയർ വക്കീലാണ്. പക്ഷെ ഒരു ചാനൽ ചർച്ച കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി നിയമത്തെ വളച്ചൊടിക്കരുത്.
അത് നിയമപരമായ പ്രൊഫഷണൽ ഇൻജസ്റ്റിസ് ആണ്, സത്യസന്ധത ഇല്ലായ്മയാണ്. എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. അതേ ഇവിടെ പറഞ്ഞ വകുപ്പ് 446(7). 446 സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇത് വല്ല ഇടങ്ങേറായല്ല. ഈ നിയമവകുപ്പ് അന്തസ്സായി പറയുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് വീണ വിജയനെതിരെ എന്നല്ല ഒരു ചുക്കും ചെയ്യാൻ SFIക്കാവില്ല. കേട്ടതൊക്കെ ശരിയാണോ? ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നാളെ ആ കേസ് വീണ വിജയനെതിരെ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞു വരുമ്പോ അത് മോദിയായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലേ. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്ത്. ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കുക, ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാനാവില്ല. എന്തൊരു കഷ്ടമാണിത്. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അപ്പൊ ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്ത് കെട്ടിപ്പൊക്കിയാലും നിലനിൽക്കത്തില്ല. പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ? ശ്രീ CPM-ന്റെ പ്രതിനിധി, അതിനേക്കാൾ ഉപരി സർക്കാരിന്റെ ഭാഗമായ പാർട്ടിയുടെ പ്രതിനിധി, സർക്കാരിന്റെ പ്രതിനിധി എന്ന് തന്നെ വിളിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം റൊമാന്റിസൈസ് ചെയ്യുകയാണ്, കാൽപ്പനികവൽക്കരിക്കുകയാണ്. കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇത് കരളുറപ്പുള്ള കേരളം, പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും, മനോഹരമായിരിക്കും, പ്രളയകാലം വന്നു, നമ്മളെല്ലാവരും നേരിട്ടില്ലേ. എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത് അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? കോവിഡ് വന്നു, നമ്മളെല്ലാവരും നേരിട്ടില്ലേ. അങ്ങനെ ഇതിനെ റൊമാന്റിസൈസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് പുലിവാലാവട്ടെ അംസക്ക, നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നു ഇനി ഒരു പ്രളയം വരട്ടെ, നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടും എന്നൊക്കെ പറയുന്നത് ഇല്ല. ഏതൊരു വിശേഷാവസരം വന്നു കഴിഞ്ഞാലും 3 മതസ്ഥരെയും കൂടെ ചേർത്ത് നിർത്തി ഫോട്ടോ ഇടുന്ന അത്തരത്തിലുള്ള ആ കാൽപ്പനിക ഫോട്ടോഗ്രാഫർമാരെക്കാൾ റൊമാന്റിസൈസ്ഡ് ആണ് കേരളത്തിന്റെ ഗവൺമെന്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തിനകത്ത് ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ശ്രീ അനൂപ് ഞാൻ ഇന്നത്തെ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്നതിന്റെ എത്രയോ മടങ്ങിരട്ടി നമുക്ക് പറയുവാൻ കഴിയും. കേരളത്തിന് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. ആ പ്രതിപക്ഷത്തിന് ശബ്ദമാകുവാൻ കഴിയുന്ന പാർട്ടിയുടെ പേര് കോൺഗ്രസ് പാർട്ടി എന്നാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അല്ലേ ഈ വിഷയം രൂപപ്പെട്ടതിന് ശേഷം ഇത്രയും മാതൃകാപരമായ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വരികയാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു പിണറായി വിജയൻ എന്തോ നിലപാട് പറഞ്ഞു. ഞാനും ആ പത്രസമ്മേളനം കണ്ടതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ പാർട്ടി സെക്രട്ടറിക്ക്, പഴയ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് നിലപാട് പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് നിലപാട് പറഞ്ഞ് കയ്യടി വാങ്ങി പോകേണ്ടുന്ന ബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോ താങ്കൾ പറയുന്ന പോലെ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയാൽ പ്രതിവിധിയാകുമോ? ആകില്ല. അന്ന് ശബരിമല കാലഘട്ടത്തിൽ കേരളത്തിലെ മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ രൂപപ്പെട്ട ആ മാനസികമായ അനൈക്യം, ആ അനൈക്യത്തെ പരിഹരിക്കുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സർക്കാർ കഴിഞ്ഞ ഈ ശബരിമല കാലഘട്ടത്തിൽ വിശ്വാസികളുടെ മനസ്സിലേൽപ്പിച്ച മുറിവിനെ ഉണക്കുവാൻ കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞോ? ഇല്ല. പ്രസ്താവനകളല്ല ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നുള്ള പ്രവൃത്തികളാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കി, മുറിവേൽക്കുന്നത് മുഴുവൻ മലയാളത്തിന്റെ മതേതര മണ്ണിനാണ്. ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ. ഇസ്രായേലും പലസ്തീനും പരസ്പരം ബോംബ് വർഷിക്കുന്നു, പരിക്ക് പറ്റുന്നത് മുറിവേൽക്കുന്നത് മൊത്തം കേരളത്തിന്റെ മതേതര മണ്ണിനാണ്. ഇതൊക്കെ നമുക്ക് കാണാതെ ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ? ഉത്തരം കൂടെ. ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കണമെന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഇന്ന് ശ്രീ VD സതീശൻ മാതൃകാപരമായ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടതാണ്, പ്രതിപക്ഷത്തിന്റെ നിലപാടതാണ്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് തൊഴിൽ. നമുക്ക് എല്ലാ വിഷയങ്ങളിലും നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെയോ ഏതെങ്കിലും ഒരു ശരിയുടെ ഒപ്പം നിൽക്കുന്നത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം മഹാത്മാഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനൊപ്പം നിൽക്കാമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചത് ഈ വർഗീയത എന്ന് പറയുന്നത് ഒരു അർബുദമാണ്, അതൊരു വെടിമരുന്നാണ്. ഒന്ന് പാകിയാൽ ആളെ കത്തുന്ന വെടിമരുന്ന്.
അപ്പൊ ആ സമയത്ത് ഗാന്ധി ചെയ്തത് ഒരു പക്ഷം പിടിക്കലല്ല, രണ്ടുപേരെയും ചേർത്ത് നിർക്കലാണ്. ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.